നമസ്കാരം. രവീന്ദ്രൻ സംഗീതം നൽകിയ ഓണപ്പാട്ടുകളിലൂടെ ഈ ഗ്രാമവഴികളിൽ ചിങ്ങക്കാറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ അറിയാൻ പറ്റും. ഗ്രാമങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് പൂക്കൾ ശേഖരിച്ച് നമ്മളത് കൊണ്ട് നടക്കുമ്പോൾ, ഈ പൂവും കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ട്. അതൊരു പ്രത്യേക മണം തന്നെയാണ്. ആവണി നിൻ മുടിയിഴയിൽ അലവിരിയുമ്പോൾ കരളിൽ പൊന്നോണവില്ലിൻ മധുനുകരും ഓളതി സുഗന്ധ സുന്ദരിയാകും ഋതുമതിയായി നീ പൂക്കുമ്പോൾ ആവണി നിൻ. ആർ കെ ദാമോദരൻ എഴുതിയിട്ടുള്ള പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണത്. ഇതിൻ്റെ സംഗീതപരമായൊരു പ്രത്യേകത ശുദ്ധധന്യാസി എന്ന രാഗത്തിൻ്റെ ഛായയാണ് വന്നിട്ടുള്ളത്. ഈ രാഗഭാവം വളരെ മനോഹരമായി ചേരുന്നു ഈ പാട്ടിന്. ഇളം തൂവൽ ചിറകാർക്കും തളിർ പൈങ്കിളി ചിങ്ങത്തിരുവോണത്തിൻ അല്ലിക്കൂടം കൊട്ടുമ്പോൾ ചിങ്ങത്തിരുവോണത്തിൻ അല്ലിക്കൂടം കൊട്ടുമ്പോൾ എന്തേ ഇളം കൂട്ടിൽ മണി കൂട്ടിൽ ഉയർത്തുന്നു മൗനരാഗമിളം തൂവൽ ചിറകാർക്കും തളിർ പൈങ്കിളി. ഞാൻ ഓണപ്പാട്ടുകൾ കേട്ടാൽ വളരെ ഒരു പ്രത്യേകത ഈ പാട്ടിന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെ രസകരമായിട്ടൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ള പാട്ടുകൾ മോശം എന്നല്ല, പക്ഷേ ഇതിനൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓണം വന്നാൽ അടുത്തതായി പൂക്കളാണ്. അത്തം മുതൽ ഓരോ ദിവസവും പൂക്കളം വലുതാകുന്നു. ഓരോ ദിവസവും പുതിയ പൂക്കൾ, പുതിയ നിറങ്ങൾ, പുതിയ രൂപങ്ങൾ, അങ്ങനെ പല പല ഭാവങ്ങൾ ഓരോ ഓണപ്പൂവിനും ഓരോ ഓണക്കളത്തിനും അത്തപ്പൂക്കളം ഇട്ടാൽ അന്ന് മുതൽ ഓണപ്പൂക്കളിനും ഓണപ്പൂക്കളുടെ ഓരോ സ്ട്രക്ചറിനും ഓരോ കളർ പൂക്കൾ ഇടുമ്പോഴും അതിന് ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളും ഓരോ ഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുടെ ആവേശവും മുതിർന്നവരുടെ ആവേശവും സമന്വയിപ്പിക്കുന്ന ഒരു രീതി കൂടിയാണ് ഈ പൂക്കളമിടൽ അല്ലെങ്കിൽ ഓണപ്പൂത്തറ കെട്ടൽ ഇങ്ങനെ തുടങ്ങിയ പരിപാടികളിൽ എല്ലാവരുടെയും, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും എല്ലാവരുടെയും ഒരു സാന്നിധ്യം അതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ വരാൻ പോകുന്ന പാട്ട്. ഇത് എഴുതിയിട്ടുള്ളത് ഭരണിക്കാവ് ശിവകുമാറാണ്. ചിത്രചേച്ചി പാടിയിട്ടുള്ള പാട്ടാണ്. ആവണിതൻ പൂക്കളത്തിൽ തിങ്കൾ പക്ഷിയായി ഇത് കേട്ടാൽ നമുക്ക് ഗ്രാമീണത കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അടുത്ത പാട്ട് മലയാളത്തിലുള്ള കവികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. വളരെ രസകരമായൊരു പാട്ടാണ്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ചെറുശേരി തൻ പ്രിയരിശേരിയും ചെറുശേരി തൻ പ്രിയരിശേരിയും ഇടശേരി തന്നുടെ പുളിശ്ശേരിയും വൈലോപ്പിള്ളി തൻ മാമ്പഴക്കാളനും വിളമ്പിക്കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ. വൈലോപ്പിള്ളി തൻ മാമ്പഴക്കാളനും വിളമ്പിക്കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ. ഈ പാട്ട് കേട്ടാൽ സദ്യ ഉണ്ട പ്രതീതി ഉണ്ടാവും. ഈ കവികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നാടൻ ഭാഷയുടെ മാധുര്യം എന്താണെന്ന് ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാട്ട് രാഗമാലികയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലവംഗി, ഹേമാവതി, ബിലഹരി തുടങ്ങിയ രാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. സാധാരണ ഓണപ്പാട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. കാണപ്പൊന്നു തേടിപ്പോകും ഒന്നാം കടൽ തോണിക്കാര ഓണം വന്നു മാനത്തിക്കരേ. കാണപ്പൊന്നു തേടിപ്പോകും ഒന്നാം കടൽ തോണിക്കാര ഓണം വന്നു മാനത്തിക്കരേ. ആഴിപ്പൂവിൻ പൊന്നൻ തിര ഭൂമി പെണ്ണിൻ പൂമാറിലായി അത്തപ്പൂക്കളങ്ങൾ തീർക്കുന്നു.
കാണാപ്പൊന്നു തേടിപ്പോകും ഒന്നാം കടൽ തോണിക്കാര, ഓണം വന്നു മാനത്തിക്കരേ. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തൃക്കാക്കര തേവരെ പറ്റി പറയുന്നൊരു പാട്ടാണ്. അതായത് കാക്കര തേവർതൻ കോവിലിൽ കേരളം കണ്ടിടും ഉത്സവം, അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ വരികളിൽ ഇടയ്ക്ക് ഒരു വരി ഇങ്ങനെയാണ്. ആർ.കെ. ദാമോദരൻ എഴുതിയിട്ടുള്ള പാട്ടാണിത്. കൊട്ടും വന്നേ കുഴലും വന്നേ കൊമ്പൻ്റെ മുൻപിൽ നിന്നേ, കൊട്ടും വന്നേ കുഴലും വന്നേ കൊമ്പൻ്റെ മുൻപിൽ നിന്നേ, കാക്കരെ തേവർതൻ കോവിലിൽ കേരളം കണ്ടിടും ഉത്സവം. ഓ കൊട്ടും വന്നേ കുഴലും വന്നേ കൊമ്പൻ്റെ മുൻപിൽ നിന്നേ. ഈ ഓണത്തിന് 10 ദിവസം ആഘോഷം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം തൃക്കാക്കരയാണെന്നുള്ളതാണ് അറിവ്. അപ്പോൾ ഈ പാട്ട് എന്തുകൊണ്ടും തൃക്കാക്കര അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. ഓണം തിരുവോണം തിരുവോണം ചിറകടിയുടെ താളമായി ചിരിയലയുടെ രാഗമായി, മഴവില്ലൂയലാടി വരവായി ഒരു ചിങ്ങക്കാറ്റിൻ തേരിൽ വരവായി. അടുത്തൊരു പാട്ട് ഒരു ഫീമെയിൽ വോയിസ് ആണ്. സിന്ധു പ്രേംകുമാറാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഓണത്തോടടുക്കുകയാണ്. ഈ 8 ഗാനങ്ങളിലൂടെ നമ്മുടെ ഓണപ്പാട്ട് യാത്രയും ഇപ്പോൾ തൽക്കാലം പൂർത്തിയായിട്ടുണ്ട്. ഈ തവണ ഓണം 11 ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ 10ാം ദിവസം ഈ ആൽബം കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസം, അതായത് ശരിക്കും ഓണത്തിൻ്റെ അന്ന് നമ്മളെന്താ ചെയ്യുക, നമ്മൾ ചെയ്യണത് ഈ മലയാള സിനിമയിലെ ഓണപ്പാട്ടുകൾ, പണ്ട് കാലത്തുള്ള ഓണപ്പാട്ടുകൾ മുതൽ ഇപ്പോൾ വരെ ഇറങ്ങിയിട്ടുള്ള ഓണപ്പാട്ടുകളെ പറ്റി പറയും. അപ്പോൾ നാളെ നമ്മൾ വരുന്നത് വ്യത്യസ്തമായൊരു ഓണ ആൽബവുമായിട്ടായിരിക്കും. ഇനി ഈ ആൽബത്തിൽ വിട്ടുപോയ പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 2-3 പ്രേക്ഷകർ വളരെ ഇഷ്ടത്തോടുകൂടി തന്നെ കഴിഞ്ഞ തവണത്തെ ആൽബങ്ങളിൽ വിട്ടുപോയ കുറച്ച് പാട്ടുകൾ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് ഈ പരിപാടി, അതായത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നമുക്ക് പറയുകയുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത തവണത്തെ ആൽബത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് നാളെ കാണാൻ വീണ്ടും. ഒരു അഡ്വാൻസ് ഓണാശംസകൾ. താങ്ക് യു.